Assalamu alaikum friends. Once again, welcome back to Hasna's Henna Hut. അപ്പോൾ ഇന്നൊരു ബ്യൂട്ടിഫുൾ ബോട്ടിൽ പെയിൻറ്റിങ്ങുമായിട്ടാണ് ഞാൻ നിങ്ങളുടെ അടുത്തേക്ക് വന്നിട്ടുള്ളത്. വളരെ പെട്ടെന്ന് തന്നെ എല്ലാവർക്കും ചെയ്യാൻ പറ്റിയൊരു സിമ്പിൾ പെയിൻറ്റിംഗ് ആണ്. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ടേക്ക് പോവാം. ഇവിടെ ഞാൻ ഒരു പ്ലാസ്റ്റിക് ബോട്ടിലാണ് എടുത്തിട്ടുള്ളത്. അത് ഞാൻ ബ്ലാക്ക് പെയിൻറ്റ്, ആക്രിലിക് പെയിൻറ്റ് വെച്ച് പെയിൻറ്റ് ചെയ്തിട്ടുണ്ട്. ഒരു കോട്ട് അപ്ലൈ ചെയ്യുക, വേണമെന്ന് തോന്നുകയാണെങ്കിൽ സെക്കൻഡ് ഒരു കോട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കുക. പിന്നെ ഞാനിവിടെ മെയിനായിട്ട് രണ്ട് കളേഴ്സാണ് യൂസ് ചെയ്യുന്നത്, യെല്ലോവും ഗ്രീനും. ആദ്യമായിട്ട് തന്നെ ഞാനിവിടെ ലൈനർ ബ്രഷാണ് എടുത്തിട്ടുള്ളത്. ബ്രഷ് നമ്പർ 2 ആണ് ഞാൻ യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇതിനെ കൊണ്ട് ഗ്രീൻ കളർ വെച്ച് നമുക്ക് ബ്രാഞ്ചസ് വരച്ചു കൊടുക്കാം. ലൈനർ ബ്രഷ് ആയതുകൊണ്ട് തന്നെ നമുക്ക് ഇതിൻ്റെ ബ്രാഞ്ചസൊക്കെ നല്ല തിന്നായിട്ട് കിട്ടും. ബോട്ടിലിൻ്റെ 3/4 വരെ നമ്മൾ ബ്രാഞ്ചസ് വരക്കുന്നുള്ളൂ. നമ്മൾ മാക്സിമം 3/4 വരെ പോകുന്നുള്ളൂ. കാരണം എന്നാലേ നമുക്ക് ആ ഒരു ഭംഗി കാണാൻ പറ്റുള്ളൂ. ബോട്ടിൽ കംപ്ലീറ്റ് ആയിട്ട് നമ്മൾ പെയിൻറ്റ് ചെയ്യുമ്പോൾ നമുക്ക് ആ ഒരു ഭംഗി വിസിബിൾ ആവില്ല. ഫ്ലവേഴ്സ് വരയ്ക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ റൗണ്ട് ബ്രഷാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് പെറ്റൽസൊക്കെ നല്ല വൃത്തിയായിട്ട് റൗണ്ട് ഷേപ്പിൽ തന്നെ കിട്ടും. ഫ്ലവേഴ്സ് വരയ്ക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ യെല്ലോ കളറാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏത് കളർ വേണമെങ്കിലും യൂസ് ചെയ്യാം. എനിക്ക് ബ്ലാക്കിന് കുറച്ചും കൂടി കോൺട്രാസ്റ്റായിട്ട് തോന്നിയത് യെല്ലോ കളറാണ്. മാത്രമല്ല ഗ്രീൻ ബ്രാഞ്ചസിന് കുറച്ചും കൂടി സൂട്ട് ചെയ്യുന്നത് യെല്ലോ തന്നെയാണ്. അപ്പോൾ അതുകൊണ്ട് ഞാനിവിടെ യെല്ലോ ആണ് യൂസ് ചെയ്തത്. വളരെ സിമ്പിളാണ് ഈ ഒരു ഫ്ലവർ വരയ്ക്കാൻ വേണ്ടിയിട്ട്. നമ്മൾ ഔട്ട് സൈഡിൽ നിന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. എന്നിട്ട് ഇൻസൈഡിലേക്ക് ബ്രഷ് ഒന്ന് ഡ്രാഗ് ചെയ്ത് കൊണ്ടുപോവുക. അതുപോലെ തന്നെ എല്ലാ ഫ്ലവറും വരച്ചെടുക്കുക. പിന്നെ താഴേക്ക്, അതായത് ഈ ബ്രാഞ്ചിൻ്റെ താഴോട്ടേക്ക് പോകുമ്പോൾ ഫ്ലവേഴ്സ് ചെറുതായിട്ട് വരണം. കാരണം ഞാനിവിടെ ഒരു കണിക്കൊന്ന പോലെയാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നമ്മുടെ കണിക്കൊന്ന അങ്ങനെയല്ലേ, മേലെ കുറച്ചുകൂടി തിക്കായിരിക്കും, ലാസ്റ്റ് എൻഡിലോട്ടേക്ക് വരുമ്പം കുറച്ചും കൂടി നേരിയതായിട്ടല്ലേ വരാറ്. അപ്പോൾ അതുപോലെ നമ്മൾ താഴേക്ക് പോകുന്തോറും നമ്മളെ ഫ്ലവേഴ്സ് ചെറുതായിട്ട് വരണം.
ഇതിൻ്റെ സെൻറ്ററിലായിട്ട് നമുക്ക് ലൈനർ ബ്രഷ് യൂസ് ചെയ്തിട്ട് വൈറ്റ് കൊണ്ട് ഒരു സ്പോട്ട് വെച്ച് കൊടുക്കാം. അപ്പോൾ എല്ലാവരും ഈ ഒരു ബോട്ടിൽ പെയിൻറ്റിങ് ട്രൈ ചെയ്ത് നോക്കുക. ഫീഡ്ബാക്ക് തീർച്ചയായിട്ടും എന്നെ കമൻറ്റ് ബോക്സിലൂടെ അറിയിക്കുക. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക. മാക്സിമം നിങ്ങളുടെ ഫാമിലീസ്, ഫ്രണ്ട്സ് എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക. Don't forget to subscribe and thanks for watching my video. Thank you.